ഒരുപാട് കേട്ടുപതിഞ്ഞ കഥയാണ് സമരിയാക്കാരുടേത്. ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഞാൻ സ്നേഹിക്കേണ്ട അയൽക്കാരൻ എന്നൊരു ചോദ്യം ചോദിക്കുന്നിടത്തുനിന്നാണ് യേശുക്രിസ്തു ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ വളരെ പ്രസക്തമാണ്. അടിയേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്ന യഹൂദനും അയാളെ മുറിവുകൾ വെച്ച് കെട്ടി ശുശ്രൂഷിച്ച് സത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന സമരിയാക്കാർ. എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് രണ്ട് നാട്ടുകാരെ ഇതിലെ കഥാപാത്രങ്ങളാക്കിയത് ക്രിസ്തു? കാരണം എല്ലാ കാലത്തുമുള്ള ഒരു വർഗശത്രുത അന്നും ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കഥ പറയുകയാണ് ക്രിസ്തു. യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ശത്രുത അത് ബൈബിളിൽ തന്നെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. യേശുവും തന്റെ ശിഷ്യന്മാരും സമരിയാക്കാരുടെ ദേശത്ത് കൂടെ പോയപ്പോൾ അവർ അവരെ തടഞ്ഞു. എത്ര വലിയ ശത്രുതയാണപ്പോൾ! ആ നാട്ടിലൂടെ യാത്ര ചെയ്യാൻ പോലും പാടില്ല. പിന്നെ ഒരു സമരിയാക്കാരി ഈശോയോട് ചോദിച്ചു, നമുക്കറിയാം, കുടിക്കാൻ അല്പം ജലം തരിക എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചത്, യഹൂദനായ നീ എന്നോട് കുടിക്കാൻ ജലം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹൂദൻ സമരിയാക്കാർക്കോ സമരിയാക്കാർ യഹൂദർക്കോ പച്ച വെള്ളം കൊടുക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാറില്ല. സ്വന്തം നാട്ടിൽ കൂടെ നടക്കാൻ സമ്മതിക്കാറില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈശോ കഥ പറയുന്നത്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് തീർച്ചയായും ഒരു യഹൂദനാണ്. അയാൾ അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ ഒരു സമരിയാക്കാരൻ, എത്രയോ അകലത്തിൽ നിൽക്കേണ്ട ഒരാൾ, അയാൾ ഈ വർഗ ശത്രുതയ്ക്ക്, ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു വന്നു ഈ മനുഷ്യന്റെ ഒറ്റപ്പെടലും ഏകാന്തതയും മുറിവും അതിന്റെ ആഴവും ആ ഹൃദയത്തിന്റെ നൊമ്പരവും ഏകാന്തതയും കണ്ടെടുത്ത് ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന രംഗമാണ്. ഇതിനെയാണ് യേശുക്രിസ്തു സ്നേഹം എന്ന് വിളിക്കുന്നത്, മറ്റൊന്നിനെയുമല്ല. അപ്പോ അയൽക്കാരൻ, ഞാൻ സ്നേഹിക്കേണ്ട എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഈശോ കൊടുത്ത ഉത്തരം നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആൾ, അല്ലെങ്കിൽ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ എന്നല്ല. ആരാണ് ഞാൻ സ്നേഹിക്കേണ്ട അയൽക്കാരൻ? അങ്ങ് അകലെയുള്ള ഒരാൾ. അയൽക്കാരൻ ക്രിസ്തുവിന്റെ ഭാഷയിൽ അകലെയുള്ള ഒരാളായി മാറും. നമ്മൾ ലോകമെന്നും കേട്ടിട്ടുള്ള നെയ്ബർ, അയൽക്കാരൻ തൊട്ടടുത്ത ഒരാളാണ്. യേശുക്രിസ്തു അയൽക്കാരൻ ആരെന്നത് ഈ കഥയിലൂടെ മാറ്റിപ്പറഞ്ഞു. ആരാണ് അയൽക്കാരൻ? നിന്റെ സഹായവും പരിചരണവും ആവശ്യമുള്ള ആൾ. അയാൾ എത്ര അകലെയാണെങ്കിലും അയൽക്കാരനാണ്. നിന്നെ ആവശ്യമുള്ളയാളാണ് അയൽക്കാരൻ. അയാളുടെ അകലങ്ങൾക്കും അപ്പുറം നീ അയാളുടെ അയൽക്കാരനാണ്. അയാൾ നിന്റെ സ്നേഹമർഹിക്കും. അത് ക്രിസ്തു വളരെ നിർണായകമായി പറയുന്നത് സ്നേഹം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന ലക്ഷ്യം കൊണ്ടാണ്. കാരണം സ്നേഹം എപ്പോഴും അടുത്തുള്ളവരോടാണ്. അത് സ്നേഹമാകില്ല എന്ന് പറയാനാണ് ക്രിസ്തു അകലെ നിൽക്കുന്നവൻ അയൽക്കാരനാണെന്ന കഥ പറയുന്നു. നമ്മുടെ സ്നേഹം ഈ സമരിയാക്കാരന്റെ ഹൃദയത്തിലൂടെ വിലയിരുത്തണം. നമുക്ക് നമ്മുടെ സ്നേഹത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം പറയും, എന്റെ മക്കൾ, എന്റെ ഭർത്താവ്, ഭാര്യ, എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ സഹോദരൻ, എന്റെ എന്നെനിക്ക് പറയാവുന്ന കുറച്ചു പേർ നമുക്കുണ്ട്. അകലം കൂടുന്തോറും പിന്നെ നീയാണ്, നിന്റേതാണ്. ഞാനും എന്റേതും എന്ന് പറയുന്ന കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിരലിൽ എണ്ണാവുന്ന ചിലർ. ആ 4-5 പേർ കഴിഞ്ഞാൽ പിന്നെ നീയും നിന്റേതുമായി മാറി. അവിടെ എന്റേതെന്ന് തോന്നുന്നിടത്ത് എത്രമാത്രം സ്നേഹിച്ചാലും അതിനെ സ്നേഹമെന്നല്ല വിളിക്കേണ്ടത്. അതൊരു ബയോളജിക്കൽ റെസ്പോൺസ് ആണ്.
ഒരു ഇൻസ്റ്റിങ്ച്വൽ റിലേഷൻഷിപ്പ് അത് മൃഗങ്ങൾക്കുണ്ട്. തൻ്റെതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താനും പറക്കമുറ്റുവോളം എഴുന്നേറ്റ് നടക്കുവോളം പരിചരിച്ചു കൊണ്ടു നടക്കാനുമുള്ള ഒരു ജീവശാസ്ത്രമായ പരമായ ഘടന മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യൻ ബുദ്ധി കൊണ്ടും മരണത്തോളം നിലനിർത്തേണ്ട സ്വാർത്ഥ ചിന്ത കൊണ്ടും ഈ മൃഗീയമായ സ്നേഹത്തെ നീട്ടിപ്പിടിക്കുന്നു. ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉണരുന്ന ഒരു വികാരത്തെ ഒരു ഹ്യൂമൻ ഇന്റലക്ട് കൊണ്ട് പരമാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ സ്നേഹമെന്ന് വിളിക്കുന്നു. ആ സ്നേഹത്തിന്റെ ബേസ് ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റിലാണ്, ഒരു മൃഗവാസനയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റെല്ലായിടങ്ങളിലും നമ്മുടേതല്ല എന്ന് നിർണയിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ലോകത്ത് പരസ്പരം കലഹങ്ങൾ നടക്കുന്നത്, യുദ്ധങ്ങൾ നടക്കുന്നത്, വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗങ്ങളുടെ കാട്ടിലെ അവസ്ഥയായ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു തിയറിയിൽ മനുഷ്യൻ എക്കാലവും ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾ നമുക്കുള്ളവരോട് കാണിക്കുന്ന ആർദ്രമായ വികാരത്തെ സ്നേഹമെന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ കൃത്യമായ തിരുത്ത്. സ്നേഹം അകലെയുള്ളതെല്ലാം അടുത്തതാണെന്ന് തോന്നുന്നതാണ്. ദൂരെ നിൽക്കുന്ന മനുഷ്യൻ ഞാനാണെന്ന് തോന്നുന്നതാണ്, എന്റെ സ്വന്തമാണെന്ന് തോന്നുന്നതാണ്. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു. എവിടെയാണ് ഈ രോഗി? ഞാൻ വിശക്കുന്നവനായിരുന്നു. ഈ രോഗിയും എവിടെയോ ഉള്ള രോഗിയിലും പീഡിതനിലുമൊക്കെ രോഗാതുരമായതും പീഡിപ്പിക്കപ്പെട്ടതും വിശന്നതും ഞാനാണ്. ആരും അങ്ങ് അകലെയല്ല. ഇതാണ് ക്രിസ്തുവിന്റെ ജീവിതം. ഈ സമരയാക്കാരൻ ഈ സ്നേഹത്തിലൂടെ നമ്മൾ നോക്കിപ്പോയാൽ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്റെ അമ്മയെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. രോഗികളെ സുഖപ്പെടുത്തി അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നു. അതിൽ ഒരു വേള നമ്മൾ കാണുന്നത്, ഈശോ ആൾക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ കുറച്ചു പേര് വന്ന് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. ഈശോ പറഞ്ഞു, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? എന്റെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണോ അവരാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും. എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ ക്രിസ്തു തള്ളിപ്പറയുകയല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹത്തിലേക്ക്, ഒരു ജീവശാസ്ത്രപരമായതിനും അപ്പുറത്തേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന ഹൃദയമാണ് സ്നേഹം. നമ്മുടെ സ്നേഹവും സമരയാക്കാനിലൂടെ ഈശോ പറയുന്നത് ജൈവശാസ്ത്രപരമായതിൽ നിന്നും ആധ്യാത്മികമായി വളരണം. ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ വളർച്ചയാണ്. ചുരുങ്ങിപ്പോയതിൽ നമ്മൾ കാണിക്കുന്ന ആവേശവും വികാരവും അങ്ങ് അതിവിശാലതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സമരയാക്കാരന്റെ കഥ ഇനി തുടരുമ്പോൾ ദൂരങ്ങൾ എത്രമാത്രം താണ്ടി പോകുന്നു എന്നാണ് അത് പറയുന്നത്. കാരണം മുറിവേറ്റ് കിടന്ന ഒരാളെ എണ്ണയും വീഞ്ഞും ഒഴിച്ച് ആ മുറിവുകൾ വെച്ച് കെട്ടി. അത്രയും ആയാലും സ്നേഹമായി നമ്മുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്തിരുത്തി അയാൾ സത്രത്തിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇയാൾക്ക് പിരിഞ്ഞു പോകാം. കഥ അവിടെയും തീരുന്നില്ല. അയാൾ ഒപ്പം നിന്നു. എന്നിട്ട് പറഞ്ഞു, ബില്ലെല്ലാം അടച്ചു. എന്നിട്ട് പറഞ്ഞു, തുക തികയുന്നില്ലെങ്കിൽ നാളെ വരുമ്പോൾ ഞാൻ ബാക്കിയും തന്നോളാം. ഈ കഥ എത്ര ദൂരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അനന്തരഫലം എന്താണ്? ഇനി ഇത് തുടർന്ന് വായിച്ചാൽ നമുക്ക് ഒരുപക്ഷെ കാണാവുന്ന അടുത്ത രംഗം എന്താണ്? ആ മുറിവേറ്റ മനുഷ്യൻ കുറെ ചികിത്സകൾ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഒരു നേഴ്സ് അയാളോട് പറയും, നിങ്ങളുടെ സഹോദരൻ പുറത്ത് കാത്തിരിക്കും. അപ്പൊ അയാൾ പറയും, ഇല്ല, എനിക്ക് സഹോദരനില്ല. അപ്പൊ അവർ പറയും, ഇല്ലല്ലോ, അങ്ങനല്ലല്ലോ, നിങ്ങൾക്കൊരു സഹോദരനുണ്ട്. അയാൾ ചിരിച്ചുകൊണ്ട് പറയും, ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ആരുമില്ല, ഉണ്ടായിരുന്നവരെല്ലാം പോയി, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുക, എനിക്ക് ആരുമില്ല എന്ന് പറയും. ഇല്ല, ഒരാളുണ്ട്. അയാൾ പറയും, ഇല്ല,
എങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ആരാണ് അന്ത്യയാകും വരെ കൂടെ നിന്നത്? ആരാണ് ഇന്നലെ ബില്ലടച്ചത്? ആരാണ്? എന്നിട്ട് ഇത്രയും ദിവസവും അയാൾ വരുന്നുണ്ടായിരുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇപ്പോഴും പുറത്തിരിപ്പുണ്ട്. ആ മുറിവേറ്റവന്റെ ഹൃദയം പിടയ്ക്കും. അയാൾ ആദ്യമായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ജീവിതത്തിൽ ആദ്യമായി ഒരു സഹോദരനെ കാണാനാണ്. അയാളുടെ സഹോദരനെ കണ്ടുമുട്ടി. അതാണ് ഈ കഥയുടെ അവസാനം. അയാളുടെ മുറിവ് ഉണങ്ങി എന്നുള്ളതല്ല, രോഗം സുഖപ്പെട്ടു എന്നല്ല. ആ സംഭവിച്ച ദുരന്തത്തിലൂടെ അയാൾക്കൊരു സഹോദരനുണ്ടായി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എവിടെയോ അകലെയുള്ള ഒരാൾ, സ്വന്തം കുടുംബത്തിലല്ലാത്ത ഒരാൾ, സ്വന്തം നാട്ടിലല്ലാത്ത ഒരാൾ, ഇനി ശത്രുതയിൽ ആയിരിക്കേണ്ട ഒരാൾ, അയാൾ എന്റെ സഹോദരനായി മാറി. ഇതിനെയാണ് സ്നേഹം എന്ന് ക്രിസ്തു വിളിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ രണ്ട് കരങ്ങൾ വിരിച്ച് കുരിശിൽ കിടക്കുന്ന ക്രിസ്തു പറയുന്നത്, എത്ര ദൂരത്തിലേക്ക് നിങ്ങൾക്ക് പോകാമോ, നിങ്ങളുടെ ഹൃദയത്തിന് എത്രത്തോളം വിദൂരതയിലേക്ക് സഞ്ചരിക്കാമോ, ആ ദൂരങ്ങൾ താണ്ടി പോകുന്നതിന്റെ പേരാണ് സ്നേഹം. ആ സ്നേഹം നമ്മളെ പഠിപ്പിക്കുകയാണ് സമരിയാക്കാരന്റെ ഈ കഥയിലൂടെ. ഈ കഥ പറയുന്ന സുവിശേഷം ഇതാണ്: അയൽക്കാരൻ നിങ്ങളുടെ അടുത്തുള്ളതല്ല, അയൽക്കാരൻ അങ്ങനെ അകലെയുള്ള ഒരാളാണ്. അങ്ങ് അകലെയുള്ള അയൽക്കാരനെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന് കെൽപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന കഥയാണ് സമരിയാക്കാരന്റെ ഈ കഥ. ഈ സുവിശേഷം നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹത്തെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കുതിപ്പുള്ളതാക്കട്ടെ. നന്ദി.